ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ആദ്യം ഇവക്ക് കുറച്ച് പുല്ല് കൊടുക്കാം. പുല്ല് കൊടുത്തിട്ട് ഞാൻ പറയാം എന്താണ് ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞുതരാം. ആശിച്ച പോലെ നടക്കൂല, ഇമ്പപ്പൂ മധുവണ്ടു കുടിക്കൂല, കീരിയും പാമ്പും ഇണങ്ങൂല, കളിരായ കൽവതറിയൂല. ഇന്നത്തെ വീഡിയോ പലരുടെയും സംശയത്തിന് മറുപടി പറയുക എന്നതാണ്. ഞാൻ വീഡിയോ ഇടുമ്പോൾ പല ആൾക്കാരും വിളിക്കാറുണ്ട്, പലരും പല സംശയങ്ങളും ചോദിക്കാറുണ്ട്. അവർക്കറിയണം ഫാം വിജയത്തിലാണോ പോകുന്നത്, നമുക്ക് ലാഭമുണ്ടോ, പശു വളർത്തിയാൽ എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക, നല്ല പശുക്കളെ എവിടെ നിന്ന് കിട്ടും, പശുവിന് എന്തൊക്കെയാണ് പരിചരണം, ഇങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങളാണ് അവർക്ക് ചോദിക്കാനുള്ളത്. പിന്നെ കൂടുതലും ഗൾഫിലിരിക്കുന്നവരാണ്. വിദേശത്തുള്ളവർ വന്നിട്ട് പുതിയ ഫാം തുടങ്ങണം, ഫാം തുടങ്ങിയാൽ വിജയിക്കുമോ, എങ്ങനെയാണ് എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങളാണ് ഒരുപാട് പേര് ചോദിക്കുന്നത്. എനിക്കറിയാവുന്നത് പോലെ അവരോട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷേ അവർക്കത് മനസ്സിലാവുന്നുമുണ്ട്. മനസ്സിലാക്കി ഞാൻ പലർക്കും കൊടുക്കാറുണ്ട്. ചോദിക്കുന്നവരോട് അതിൻ്റെ രീതിയിൽ ഉത്തരം കൊടുക്കാറുമുണ്ട്. പിന്നെ ഇന്ന് എന്നെ വിളിച്ചു ഒരു സ്ത്രീയാണ് എന്നെ വിളിച്ചത്. അപ്പോൾ അവരെന്നോട് പറയുന്നു, ചേച്ചിയുടെ വീഡിയോ ഞാൻ സ്ഥിരം കാണാറുണ്ട്, എനിക്ക് വലിയ ഇഷ്ടമാണ്, വീഡിയോ ഒക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്, പശുക്കളെ എനിക്കിഷ്ടമാണ്. പക്ഷേ എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മയും ഞാനും മാത്രമേ ഉള്ളൂ, 2 സ്ത്രീകളാണ്, ഭർത്താവില്ല, ഭർത്താവ് ഇട്ടിട്ട് പോയതാണ്. അപ്പോൾ നമുക്ക് സ്വയമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യണം, സ്വയം തൊഴിൽ ചെയ്യണം. അത് ഇപ്പോൾ എന്താ ചെയ്യുക എന്നുള്ള ഒരു സംശയം അവർക്കുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് അവരെന്നെ വിളിച്ചു, എനിക്ക് പശു വളർത്താൻ താല്പര്യമുണ്ട്, വിജയിക്കുമോ, ഞങ്ങളെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ അവർ എന്നോട് ചോദിക്കുകയാണ്. ഞങ്ങളെ ഒന്ന് സഹായിക്കാമോ, നല്ല പശുക്കളെ എവിടെ നിന്ന് കിട്ടും, പിന്നെ ഏത് പശു തിരഞ്ഞെടുക്കണം, പിന്നെ പശുവിന് എന്തൊക്കെയാണ് പരിചരണം എന്നൊക്കെയുള്ള കുറേ ചോദ്യങ്ങളാണ് എന്നോട് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെക്കൊണ്ട് അറിയാവുന്നത് പോലെ ഞാൻ പറഞ്ഞു തരാം, ചെയ്തോളൂ. പക്ഷേ ആദ്യം വേണ്ടത് നമുക്ക് ചെയ്യാനുള്ള മനസ്സാണ്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമുക്ക് ആ മനസ്സുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് വിജയിക്കാൻ പറ്റുകയുള്ളൂ. ഒരുപാട് പേര് കാണും നമ്മളെ തളർത്താനും, ചുറ്റുമുള്ള എല്ലാവരും കാണും, ചിലപ്പോൾ നമ്മുടെ ഓരോരോ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ നമ്മളെ തളർത്തും. പക്ഷേ തളർന്നു പോകാതെ മുന്നോട്ട് പോകുന്നതാണ് എന്ത് കാര്യത്തിൻ്റെയും വിജയം. ഏത് കാര്യത്തിൻ്റെയും വിജയം എന്ന് പറയുന്നത് തളർന്നു പോകാതെ, എന്തൊക്കെ പ്രതിസന്ധി വന്നാലും തളർന്നു പോകാതെ മുന്നോട്ട് പോകണം. സ്ത്രീകളെ തളർത്താനാണെങ്കിൽ ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേര് 4 സൈഡിൽ നിന്നും എതിർപ്പുകളുണ്ടാവും, ഒരുപാട് വ്യാജ പരാതികളും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഒന്നിലും തളർന്നു പോകാതെ സത്യസന്ധമായിട്ടാണ് നമ്മൾ ചെയ്യുന്നതുണ്ടെങ്കിൽ നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. പിന്നെ നമുക്കിപ്പം നമ്മൾ പറയും നമുക്ക് ആരുമില്ല സഹായിക്കാനായിട്ടെന്ന് പറയും. പക്ഷേ ഗവൺമെൻറ് ഉണ്ട്. നമ്മൾ എന്ത് തൊഴിൽ സത്യസന്ധമായിട്ട് നമ്മൾ ചെയ്തിരുന്നാലും നമ്മുടെ കൂടെ ഗവൺമെൻറ് ഉണ്ട്. നമുക്ക് നമ്മുടെ പേരിൽ വ്യാജ പരാതിയോ എന്ത് പരാതിയോ കൊടുത്തിരുന്നാലും ഗവൺമെൻറ്റിന് നമുക്കത് കൊടുക്കാം. അവരോട് നമുക്ക് പറയാം, നമ്മൾ അവരെ സഹായിക്കും. അതുകൊണ്ട് തളർന്നു പോകാതെ ഞാൻ അവരോട് പറഞ്ഞത് അങ്ങനെയാണ്, നിങ്ങൾക്ക് മനസ്സുറപ്പുണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോകൂ, വിജയിക്കും, 100% വിജയിക്കും, ഞാൻ എല്ലാ സഹകരണവും നിങ്ങൾക്ക് ചെയ്തു തരാം എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ എന്നെ വിളിച്ചു. ഞാൻ പുതിയ പശുക്കളെ എടുത്തു കൊടുക്കുന്ന, നല്ല നല്ല പശുക്കളെ എടുത്തു കൊടുക്കുന്ന ഏജൻറ്റിൻ്റെ നമ്പർ കൊടുത്തു. പിന്നെ ഫാം പശു എങ്ങനെയാണ് ഒരു തൊഴുത്ത് വെക്കേണ്ടത്, ഇപ്പം നമ്മളൊരു പശു ഫാം തുടങ്ങുമ്പോഴോ 1-2 പശു കെട്ടുമ്പോഴോ നമ്മളത് ബുദ്ധിപൂർവ്വം നമ്മൾ ചിന്തിച്ചേ മുന്നോട്ട് പോകാവൂ.
പശുവിനെ കെട്ടേണ്ട സ്ഥലത്തിനും ഒരുപാട് തൊഴുത്ത് വയ്ക്കുമ്പോഴൊക്കെ ഒരുപാട് ശ്രദ്ധ വേണം. നമ്മൾ അറിഞ്ഞുകൂടാതൊക്കെ തൊഴുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. പശുക്കളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇറക്കേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. പഠിക്കാതെ നമുക്കൊരു കാര്യവും ചെയ്യാൻ പറ്റില്ല, അത് സത്യമാണ്. പിന്നെ ആദ്യം നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ അവരോട് പറഞ്ഞത്, ഒരു പശു അല്ലെങ്കിൽ 2 പശു അത് വാങ്ങി നിങ്ങൾ കെട്ടുക. അത് ജേഴ്സി പശു തന്നെയാണ് നിങ്ങൾ കെട്ടേണ്ടത്. പശു ആദ്യം കെട്ടിത്തുടങ്ങുന്നവർ ജേഴ്സി പശു വാങ്ങുക, വാങ്ങി കെട്ടുക. കെട്ടിയാലേ നിങ്ങൾക്ക് അത് ജേഴ്സി പശുവിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അസുഖം വളരെ കുറവാണ്. എച്ച് പശുവിന് പെട്ടെന്ന് പിന്നെ ഒരുപാട് അസുഖങ്ങൾ വരും. അവർക്ക് ആ പ്രതിരോധ ശേഷിയില്ല. നമ്മൾ തന്നെ പറയാറില്ലേ, നാടൻ കോഴിയും ഗിരിരാജ കോഴി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ബ്രോയിലർ ആ കോഴി, അവർക്കൊക്കെ ഒരുപാട് വ്യത്യാസമില്ല. നാടൻ കോഴിക്ക് പ്രതിരോധ ശേഷിയുണ്ട്. അവർക്ക് ഇത്തിരി എന്ത് അസുഖം വന്നാലും കുറച്ച് പിടിച്ചു നിൽക്കേണ്ട ഒരു ശക്തിയുണ്ട്. പക്ഷെ നമ്മുടെ ഈ ഗിരിരാജ ബ്രോയിലർ കോഴികൾ പെട്ടെന്ന് അവർ ചത്തുപോകാറുണ്ട്, അറിയാമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ജേഴ്സി പശുക്കളെ തന്നെയാണ് കെട്ടാണ്ടത് ആദ്യം തുടങ്ങുമ്പോൾ. ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഞാൻ ചെയ്തു കൊടുത്തു. ഇതുപോലെ എല്ലാ സ്ത്രീകളും മുന്നോട്ട് വരണം. പേടിച്ചോ അല്ലെങ്കിൽ എന്നെക്കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, മുന്നോട്ട് വരിക. ഈ ക്ഷീരമേഖല നമുക്ക് ആരുടെ മുമ്പിലും കൈനീട്ടാതെ നമുക്ക് ജീവിക്കാം. അപ്പോൾ ഞാൻ എല്ലാവർക്കും നല്ലത് മാത്രം ചെയ്യുക, നല്ലത് മാത്രം പ്രവർത്തിക്കുക, ആരെയും വഞ്ചിക്കാതിരിക്കുക എന്ന് ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവർ ഫാം തുടങ്ങാൻ വേണ്ടിയിട്ട് എല്ലാ പ്ലാനും അവർ ചെയ്യുന്നുണ്ട്.